മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത് സിപിഎം നേതാവ് ടി കെ ഹംസ വഖഫ് ബോർഡ് ചെയർമാനായപ്പോഴെന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ ചെയർമാനായിരുന്നപ്പോൾ ഒരു നോട്ടീസ് പോലും അയച്ചില്ല. വി.എസ്. സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നത്. വി.എസ്. സർക്കാരിന്റെ അതേ നിലപാടാണ് മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനുമെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 2008 കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 9 അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു. തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് ഓർഡർ വന്നു. പക്ഷെ അന്നും തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നാണ്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്നല്ല, ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടെ വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് ശേഷം വന്ന വഖഫ് ബോർഡായിരുന്നു. അത് ഹംസാക്കായിരുന്നു ചെയർമാൻ. ഹംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും. സർക്കാരിന് വിചാരിക്കാം, സർക്കാർ ചെയ്യാൻ കഴിയും. സി.വി. അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, സർക്കാർ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് ആവർത്തിക്കുകയാണ് ഇവിടെ പ്രധാനമായും ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായി, സിപിഎം നേതാവ് ബോർഡ് ചെയർമാനായ വഖഫ് ബോർഡ് ചെയർമാനായ സമയത്താണ് ഇത്തരത്തിലൊരു നോട്ടീസ് അവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് അയച്ചത് എന്ന്. അതുമാത്രമല്ല, പിന്നെയും പറയുന്നു വി.എസ്. സർക്കാരിന്റെ അതേ നിലപാടാണ് പിണറായി സർക്കാരിനുമെന്നാണ് മുനമ്പം വിഷയത്തിൽ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പി രാജീവ് മിനിസ്റ്റർ റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് മുൻ ചെയർമാനായിരുന്ന സമയത്താണ് ഈ നടപടികൾക്ക് തുടക്കമായെന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ മറുപടി എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം 2014 മുതൽ 2019 വരെയായിരുന്നു വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത്. ആ ഒരു ഘട്ടത്തിലാണ് വി.എസ്. സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതും വഖഫ് ബോർഡിനോട് മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം വരികയും ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള താമസിച്ചിരുന്ന ആളുകളുടെ സാഹചര്യം കൂടി പരിഗണിച്ച് അതിൽ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡ് കാലതാമസം എടുത്തി, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് അത് കോടതി ലക്ഷ്യമാണെന്ന തരത്തിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് ആ നിസാർ കമ്മീഷൻ നിർദ്ദേശം പരിഗണിക്കേണ്ടി വന്നത്. എന്നാൽ അതൊരു നടപടി എന്ന തരത്തിൽ എടുക്കുകയല്ലാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അക്കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം 2019 ശേഷം കെ ഹംസ ചെയർമാൻ സ്ഥാനത്ത് വന്നപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചതെന്നും ഇതിൽ തന്റെ ഭാഗത്തു നിന്നും താൻ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തുള്ളപ്പോൾ മുനമ്പത്തുള്ള ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ സർക്കാർ തന്നെയാണ് ഇപ്പോഴും തീരുമാനം എടുക്കേണ്ടത്. അവരെ ഇറക്കിവിടുന്ന, അവിടെ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളെ ഇറക്കിവിടുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കരുതെന്നും ഇതിൽ സംസ്ഥാന സർക്കാർ വിഷയം പരിഹരിക്കാൻ ഇടപെടണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സി.വി. അനുമോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അതേസമയം മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലാണ്.